ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ചോട്ടൂനെ കാണിച്ചിട്ട് ആ വീഡിയോ തുടങ്ങുന്നത്. ചോട്ടൂന് സുഖമില്ല, ചോട്ടൂന് പനിയും ഛർദിയും. ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന ദിവസം ഡോക്ടറെ അടുത്ത് കൂട്ടിപ്പോയിട്ടുണ്ട്. പനിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്തിന്, പനീൻ്റെ ഇഞ്ചക്ഷനും കൊടുത്ത്, പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് അവനിക്ക് ഗ്ലൂക്കോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാളെയും കൂട്ടി പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ തുണിയാറിയിടുന്ന സമയത്ത് അവിടെ വന്ന് കിടന്നിട്ടുണ്ടേനു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോട്ടിന് കണ്ണിൽ മരുന്നിട്ട് കൊടുക്കുന്ന, കണ്ണിന് ചെറിയൊരു പ്രോബ്ലം അല്ല, ചെറുതല്ല, രണ്ട് കണ്ണിനും എനിക്ക് നന്നായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് കണ്ണിൻ്റെ ഒക്കെ ഇപ്പോൾ ശരിയായത്. അപ്പോൾ കണ്ണിന് മരുന്നൊക്കെ ഒറ്റിച്ച് കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ചോട്ടിൻ്റെ കൂടെ ഇരുന്ന് പിന്നെ ഞാൻ കിച്ചണിൽ വന്ന് ആദ്യം തന്നെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നതുണ്ടേനു. അതൊക്കെ കഴുകിയതിന് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അതിൻ്റെ ആദ്യം ഞാൻ ചിക്കൻ എടുത്തു, എല്ലില്ലാത്ത ഒരു 1/2 കിലോ ചിക്കൻ എടുത്ത് അതിലോട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. കാരണം സമൂസ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനീഗറും അതൊക്കെ ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ചെറിയ തീയിൽ അവിടെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സവാളയൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി കഴുകിയിട്ടെല്ലാം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സമൂസയ്ക്ക് വേണ്ടുന്ന അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്താണെല്ലാം ഇട്ട് കൊടുത്ത്. ഇന്ന് എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം ചോട്ടും ഇല്ല കേട്ടോ. ചോട്ട് സുഖമില്ലാത്തതുകൊണ്ട് ഒരു സൈഡിൽ ഇങ്ങനെ കിടന്നിട്ടാണ് ഉള്ളത്. എല്ലാം എന്താക്കുന്നതിൻ്റെ സൈഡിലും വന്നിട്ട് നോക്കും, എല്ലാം ചെക്കാക്കും അങ്ങനെ. അപ്പോൾ അതൊക്കെ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് ഞാനിനി സവാള ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്ത്, ഇങ്ങനെ എല്ലാ സവാളയും ചോപ്പറിൽ തന്നെയാണ് മുറിച്ചെടുത്തത്, പച്ചമുളകും. അപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു സൈഡ് ചിക്കന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് ആക്കി. കാരണം ഫ്രൂട്ട്സ് എല്ലാം കഴുകി ഫ്രിഡ്ജിൽ വെച്ചു. അതാകുമ്പോഴേക്ക് ചിക്കനെല്ലാം ഒന്ന് ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നു. ഇത് വലിയ പീസായിട്ടേ ഉള്ളൂ. ഞാൻ ചെറിയ പീസാക്കാനും പിന്നെ നിന്നില്ല, അതും വിട്ടുപോയി. അപ്പോൾ അത് കുറച്ച് പണിയായിപ്പോയി എനിക്ക്. ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു. ഇത് വലിയ പീസാണ്. അതവിടെ ചെറിയ തീയിൽ അവിടെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ സവാള നമ്മളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകുമാണ് ഞാൻ ഇതിലിട്ടിട്ട് കട്ട് ചെയ്തത്. ഇത് ബട്ടർഫ്ലൈൻ്റെ ഒരു ചോപ്പറാണ്. ഇത് കുറേ നാളെ മുന്നേ ഞാൻ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. ഒരുപാട് നാളായി, 2-3 വർഷമെല്ലാം കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ നല്ല സ്പീഡിൽ നല്ല മൂർച്ചയുണ്ട് അതിന്. ഉള്ളിയെല്ലാം വേഗമായി കിട്ടും. ആദ്യം ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ലോക്കൽ ചെറിയൊരു ഇത്ര വണ്ണുണ്ടായിരുന്നില്ല. ഇത് ബട്ടർഫ്ലൈൻ്റെ നല്ല സാധനം. 3 വർഷമൊന്നും പോരാണ്ടേ ഉണ്ടാവുള്ളൂ. ഏതോ ഒരു നോമ്പിൽ മുന്നേ വാങ്ങിയത് തന്നെ ഞാനിത്. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് ഉള്ളിയും പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്ത് അതവിടെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചവിടെ. അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം. അപ്പോൾ ഉള്ളി എൻ്റെ അടുക്കുന്ന ഒരുപാട് വഴന്നു. അത്ര ഫ്രൈ ആവരുത് ഉള്ളി. നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു മീഡിയം സൈസേ ആവാൻ പാടുള്ളൂ. എൻ്റെ നന്നായിട്ടായിപ്പോയി. അതുകൊണ്ട് സമൂസ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വേറൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടെടുത്ത് ഞാൻ ഉപ്പിട്ട് കൊടുക്കും കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വഴറ്റിയെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടികളിൽ മഞ്ഞളും ഗരം മസാലയും ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ഓണിയനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് അധികം തന്നെ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര വേണമെന്ന് ചോദിച്ചാൽ അത്ര വേണ്ട നോക്കാമെന്ന് വെച്ചാൽ. സവോളയും ഇത്ര വേണ്ട, എന്തായെന്നറിയില്ല. അത് രണ്ടും ഒരു
കുഴപ്പമില്ലേനു, ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി ഞാനിങ്ങനെ കൈയോടെ ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ചോപ്പറിലിട്ടിട്ട് രണ്ടോട്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൊത്തുമീർ ഇട്ട് കൊടുത്ത്, കുറേ തന്നെ മല്ലിയില ഇട്ട് കൊടുത്ത്, എല്ലാം ഫുള്ളൊരു ഗ്രീൻ കളറെല്ലാം ഇപ്പോൾ ഉള്ളത്. ക്യാപ്സിക്കം, സ്പ്രിങ് ഓണിയൻ, മല്ലിയില. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ച് ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ തന്നെ. ഇനിയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മസാല റെഡിയാവും ഇവിടെ സമൂസൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന്. പക്ഷെ എനിക്കെന്താ അറിയില്ല, കുറച്ച് സ്പ്രിങ് ഓണിയൻ കുറച്ച് അധികമായിപ്പോയി, കുറച്ചെല്ലാം അധികമായിപ്പോയി. പിന്നെ ഉള്ളിയും കുറച്ച് അധികം വഴന്നു പോയി. അപ്പോൾ മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഈ ഒരു കടായി വലിയൊരു കടായി, അതിൽ ഫുള്ളായിട്ട് മസാല ഉണ്ട്. ഇനി ഇത് ഞാൻ 2 ദിവസം ഉപയോഗിക്കും. ആക്കുമ്പോൾ ഒരുപാട് അങ്ങ് ആക്കിപ്പോവും. അപ്പം മസാലയെല്ലാം ചെറിയ തീയിൽ അവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മോസറല്ല ചീസ് ഇട്ട് കൊടുത്തിന്. ഇതിൻ്റെ മേലെ കുറച്ച് സ്ലൈസ് ചീസ് ഉണ്ടെങ്കിൽ സ്ലൈസ് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ മോസറല്ല ഇട്ട് കൊടുത്തത്. മോസറല്ല ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട്, ചീസ് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അവിടുന്ന് ചൂടായി. അപ്പുറത്തെ സൈഡിൽ മറ്റേ ചിക്കൻ ഫ്രൈ ആക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ, അതവിടെ തന്നെ വെച്ചു. അപ്പോൾ അതെല്ലാം ഫ്രൈ ആയി. ഇനി സമൂസ എനിക്ക് ഈ സമൂസൻ്റെ ഇത് അത്ര പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാനറിയില്ല. മക്കളാക്കി തരാം, മോളാക്കി തരാം, മോളും മോനും. ഞാനാക്കുമ്പോൾ എപ്പം തെറ്റിപ്പോവും. അപ്പോൾ അതെല്ലാം അവിടെ മക്കൾ രണ്ടാളും, ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കിച്ചണിലോട്ട് പോയി. പിന്നെ തലേന്നത്തെ കുറച്ച് എന്തായാലും ബജ്ജി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവ് ആക്കിയിട്ടുണ്ടേനു. അപ്പോൾ അതും ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട്. മറ്റേ സൈഡിൽ അപ്പോഴേക്കിനെ ലേറ്റായിന് ഈ സമയം. അതുകൊണ്ട് ഞാൻ 2 ചട്ടിയൊക്കെ വെച്ച് ഗ്യാസിൻ്റെ വേല. അപ്പോൾ മക്കളിങ്ങനെ ഓരോന്നാക്കിയിട്ട് കൊണ്ടു തരുന്നുണ്ടേനു. അത് എണ്ണയിലിട്ട് പൊരിച്ച്. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ ടേബിൾ മേൽ സൈഡിൽ വെച്ചിട്ടുള്ളത്. ആ ബ്രെഡിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കി അപ്പുറത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ അങ്ങനെ അവരെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടുകാർ. ബജ്ജിയും ആവുന്നുണ്ട്, ഒരു ഗ്യാസും വന്ന് സമോസയും ആവുന്നുണ്ട്. അപ്പോൾ സ്പീഡിൽ പണിയെല്ലാം അങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ നോമ്പിൻ്റെ വിശേഷം. ഇത് 4ാമത്തെ നോമ്പിൻ്റെ അന്ന് എടുത്ത വീഡിയോ. അതൊന്നും 4ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഫ്രൂട്ട്സും എല്ലാം സെറ്റായി. അവരെല്ലാം കൊണ്ടുവന്ന സാധനങ്ങൾ സെറ്റാക്കി. തർബൂസേന് ജ്യൂസ് അടിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ്. അപ്പോഴേക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് ടേബിളിൻ്റെ മേലെ വെച്ചു. ജ്യൂസ് കൊണ്ടുവന്നിട്ടില്ല, ജ്യൂസ് ആയിട്ടില്ലേനു. ഇതെല്ലാം അപ്പുറത്തെ വീട്ടുകാർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാനുണ്ടാക്കിയ 2 സാധനമാണ്, ബജ്ജിയും സമൂസയും. റൂഹ് അഫ്സ പിന്നെ അത് ഫിക്സാണ്.